കൂടത്തായിയാണ്. ശംസുൽ തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഈ ഒരു സംഭാഷണത്തിന് ആവശ്യമായി വന്നത്. മഹാനായ ശൈഖുന ശംസുൽ തങ്ങളുടെ കുടുംബം കാന്തപുരം സുന്നിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ശൈഖുനയുടെ അനിയന്മാരുടെ ഒന്ന് രണ്ട് മക്കൾ ഒരു വിശദീകരണവുമായി മുന്നോട്ട് വന്നത്. ഞാൻ ചോദിക്കുന്നത്, മഹാനായ ശൈഖുന ശംസുൽ തങ്ങളുടെ മക്കളോ മരുമക്കളോ അവരുമായി ബന്ധപ്പെട്ടവരെ ഒന്നും ഉദ്ധരിക്കാതെ, പേരക്കുട്ടികൾ ആരെയും ഉദ്ധരിക്കാതെ, അനിയന്മാരിൽപ്പെട്ട ഒന്നോ രണ്ടോ സഖാഫിമാർ, ഇവരുടെ സഖാഫി ബിരുദത്തെ സംബന്ധിച്ചുകൊണ്ടൊന്നും പറയണ്ട, 14 ദിവസം പഠിക്കുമ്പോഴേക്കും പോസ്റ്റൽ വഴി സഖാഫി ബിരുദം പാർസൽ അയച്ചു കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് സഖാഫി ബിരുദം പറഞ്ഞു പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ശൈഖുന ശംസുൽ ഉലമയുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അനിയന്മാരുമൊക്കെ ശൈഖുനയുടെ ആദർശത്തെ അംഗീകരിക്കുന്ന സമസ്തക്കാരായിരുന്നു എന്ന് ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് പറഞ്ഞിട്ടുള്ളത്. തെളിയിക്കാനും നമ്മൾ തയ്യാറാണ്. പറഞ്ഞ കൂട്ടത്തിൽ ശൈഖുനയുടെ അനിയന്മാരുടെ പേര് പറഞ്ഞപ്പോൾ അബ്ദുറഹിമാൻ എന്നൊരു പേര്, അഹമ്മദ് എന്ന പേര് മാറി അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞത് ഒരു അബദ്ധമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ വിഷയമാക്കി അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയദാരിദ്ര്യം അനുഭവപ്പെടുന്ന കാന്തപുരക്കാർ അതൊരു വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, മഹാനായ ശൈഖുന ശംസുൽ ഉലമ തങ്ങളുടെ മക്കളെയോ മരുമക്കളെയോ പേരക്കുട്ടികളെയോ ഉദ്ധരിക്കാൻ കഴിയാത്തവർ ഇക വിഭാഗത്തിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അനിയന്മാരിൽപ്പെട്ട ഒന്നോ രണ്ടോ വിഘടിതരായ ആളുകളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണോ ഇത് പറയുന്നത്? മുത്തിച്ചുൽ അഹമ്മദ് ഹാജി എന്ന ബഹുമാനപ്പെട്ടവർ സൂഫി വര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ നാട് മഹല്ല് ഒക്കെ സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം മഹാനായ ശൈഖുന ശംസുൽ ഉലമക്കെതിരെ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ എതിർക്കുന്ന സമയം എപ്പോൾ വരുന്നു അവിടൊക്കെ അതികണിശമായി ശൈഖുനയുടെ നിലപാടിനെ സമർത്ഥിച്ചുകൊണ്ട് അത് പറയുന്നവർക്കെതിരെ ശബ്ദമുയർത്തിയിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട മുത്തിച്ചുൽ അഹമ്മദ് ഹാജി. അദ്ദേഹം ഏതെങ്കിലും കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനത്തിലോ പരിപാടിയിലോ പങ്കെടുത്തു എന്നത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാന്തപുരം വാദിയാക്കാനുള്ള ശ്രമം സ്വന്തം മകനാണെങ്കിലും അത് അല്പത്തരമാണ്. ഇവർക്ക് അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊടപിടിക്കുമെന്ന മട്ടിലാണ് ഈ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ തങ്ങളുടെ മക്കളെ ഉദ്ധരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, പേരക്കുട്ടികളെ ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനിയന്മാരുടെ മക്കൾ ഒരുപക്ഷെ പല ആശയക്കാരുമുണ്ടാവാം. ആ ആശയക്കാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ഏതടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കട്ടെ? ഇവിടെ ഒരു സഖാഫി പറഞ്ഞു അസമുസ്ലിയാരുടെ മകനാണത്രേ, ഏതാണ് കൂടത്തായിക്കാര എന്നൊക്കെ ഒരു അസഭ്യം എടോ എന്ന വാക്കൊക്കെ ഉപയോഗിച്ചത് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ, ഇത് ബഹുമാനപ്പെട്ട പിതാവ് പഠിപ്പിച്ച സംസ്കാരമല്ലല്ലോ, ഇത് കാന്തപുരം പഠിപ്പിച്ച സംസ്കാരമാണ്. മാന്യമായിക്കൊണ്ട് സംസാരിക്കുക എന്നതാണ് പണ്ഡിതന്മാർക്ക് ചേർന്നിട്ടുള്ളത്. ആ ഭാഷ പോലും അറിയാതെ പ്രതിപക്ഷ മര്യാദ കാണിക്കാതെ സംസാരിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംസാരങ്ങൾ ഹസൻ മുസ്ലിയാരുടെ കുടുംബത്തിന് ചേർന്നതല്ല എന്ന് ഉണർത്തേണ്ടി വന്നത് ആ കാര്യത്തിൽ സഹതാപം അറിയിക്കുന്നു നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇവിടെ അവകാശപ്പെടുന്ന ഒരു പ്രധാന കാര്യം ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ എതിരാളികളായ ആളുകൾ മുമ്പേ ഉദ്ധരിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. വഹാബി ബന്ധം. വഹാബികളുടെ പരിപാടിയിൽ വഹാബികൾക്ക് ചായ സൽക്കാരം നൽകുന്നു, വഹാബികളുമായി സൗഹൃദ ബന്ധം പുലർത്തുന്നു. ഇതാദ്യം പഠിപ്പിക്കേണ്ടത് സ്വന്തം കാന്തപുരത്തെ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം കാന്തപുരത്തിന്റെ മരുമകൻ, അല്ലെങ്കിൽ മറ്റൊരു മകനായിരിക്കാം. സ്വന്തം അമ്മോഷനെ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം പറയണം. കുവൈത്ത് കരാറിൽ മുജാഹിദുകൾക്കും ജമാഅത്തുകാർക്കും വേണ്ടി ഒപ്പിട്ട് കൊടുത്തതാരാ? ചായ സൽക്കാരം തലശ്ശേരി മുജാഹിദ് കോളേജിലെ പരിപാടിയിൽ കുലൈബിയുടെയും ചായ സൽക്കാരത്തിൽ വഹാബികളായ അറബികളുടെ പ്രസംഗം പരിഭാഷ കൊടുത്തുകയും അവരുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാരാ? എന്ന് മാത്രമല്ല, മരിച്ച മുജാഹിദിന് പോലും മയ്യ നിസ്കരിക്കുന്ന ആളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും. ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചതിന്റെ പേരിൽ
അനുശോചനം രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് മയ്യിത്ത് നിസ്കാരമോ അതല്ലെങ്കിൽ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയൊന്നുമല്ല. മയ്യിത്ത് നിസ്കരിക്കുകയും അതുപോലെ മുജാഹിദുകളുടെ മുജാഹിദുകളുടെ ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കുകയും കുവൈത്ത് കരാറിൽ ഒപ്പിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്വന്തം കാന്തപുരത്തെ പഠിപ്പിച്ചാൽ മതി. സമസ്തയ്ക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല. മലർന്നു കിടന്ന് തുപ്പരുത് സഹോദര എന്ന് അതേ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഏതടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, മക്കളും മരുമക്കളും ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ മറ്റാശയക്കാരാണെന്ന് ഓർത്തുകൊണ്ട് ഈ ഷെയ്ഖുന ശംസുല്ലമയുടെ കുടുംബമായി നിങ്ങൾ അവകാശപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ്? AP അബൂബക്കർ മുസ്ലിയാരുടെ പേരക്കുട്ടികൾ സമസ്തക്കാരുണ്ടാവുമല്ലോ. പോവട്ടെ, ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ മക്കൾ സമസ്തക്കാരല്ലേ? മഹാനായ സയ്യിദ് അഷ്റഫ് അലി തങ്ങൾ UAE ദെയ്ദ് എന്ന പ്രദേശത്തെ സുന്നി പ്രസ്ഥാനമായ സുന്നി സെന്ററിന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് അലി തങ്ങൾ. അത് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ ഒരു പേരക്കുട്ടിയാണ്. മറ്റൊരു പേരക്കുട്ടിയായ സയ്യിദ് ഹക്കീം തങ്ങൾ ദുബായ് SKSFന്റെ സജീവ പ്രവർത്തകനും നേതാവുമാണ്. ഉള്ളാൾ തങ്ങളുടെ 2 പേരക്കുട്ടികളായ സയ്യിദ് അഷ്റഫ് അലി തങ്ങളും സയ്യിദ് ഹക്കീം തങ്ങളും സമസ്തയുടെ പ്രചാരകരാണ്, SKSFന്റെ പ്രവർത്തകരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആരോപിക്കുന്നത് പോലെ, നിങ്ങളിപ്പോൾ ആരോപിക്കുന്നത് ഷെയ്ഖുന ശംസുലുലമയുടെ അനിയന്റെ 1-2 മക്കൾ കാന്തപുരം വിഭാഗക്കാരാണ് എന്നതുകൊണ്ട് ഷെയ്ഖുനയുടെ EK കുടുംബം മുഴുവനും കാന്തപുരം സുന്നികളാണ് എന്നാണെങ്കിൽ, ഞങ്ങൾ പറയുന്നു ഷെയ്ഖുനയെ നിങ്ങൾ അവകാശപ്പെടുകയാണ്. EKയുടെ നിലപാട്, ഷെയ്ഖുനയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് അവകാശപ്പെടുകയാണ്. അത് തന്നെയാണ് നിങ്ങൾ കൊണ്ട് മറപ്പിക്കാൻ സാധിച്ചത്. ഷെയ്ഖുനയുടെ EKയുടെ കുടുംബം നിങ്ങളാണെന്ന് അവകാശപ്പെടുക വഴി ഷെയ്ഖുനയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. എന്നാൽ സയ്യിദ് അഷ്റഫ് അലി തങ്ങളും സയ്യിദ് ഹക്കീം തങ്ങളും ഉള്ളാൾ തങ്ങളുടെ പേരക്കുട്ടികളാണ്, അവർ സമസ്തക്കാരാണ് എന്നോർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ നിലപാട് ശരിയായിരുന്നു എന്ന് അവകാശപ്പെടാൻ ഞങ്ങൾ കിട്ടുകയില്ല. ഉള്ളാൾ തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല. അത് മരണശേഷവും നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുക. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടും തന്നെ ഇനി കാന്തപുരം വിഭാഗത്തിന്റെ അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ തന്നെ മക്കൾ സമസ്തയിലേക്ക് വന്നാലും കാന്തപുരത്തിന്റെ ഭരണശേഷമോ ജീവിത കാലഘട്ടത്തിലോ കാന്തപുരത്തിന്റെ നിലപാട് ശരിയായിരുന്നു എന്ന് സമ്മതിക്കാൻ ഞങ്ങൾ കിട്ടുകയില്ല. അപ്പോ കാന്തപുരം വിഭാഗത്തിന് ഏറ്റവും വലിയ ആശയപാപ്പരത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് EK കുടുംബമാണെന്നും EK ഞങ്ങളുടെ ആളാണെന്നും EKയുടെ നിലപാട് ശരിയായിരുന്നു എന്നൊക്കെയുള്ള ഇപ്പോഴത്തെ അവകാശവാദം. അത് നിങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചതാണ്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആശയപാപ്പരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണം നടത്തുന്നത്. നിങ്ങൾക്കാകെയുള്ള തെളിവെന്താ? മഹാനായ ഷെയ്ഖുന ശംസുല്ലമയുടെ അനിയന്റെ മക്കൾ 1-2 ആളുകൾ, അല്ലെങ്കിൽ ഇനി മുഴുവൻ തന്നെ എന്ന് സങ്കല്പിച്ചോ. നിങ്ങളത് പറയുമ്പോൾ ഷെയ്ഖുനയുടെ കുടുംബത്തിന്റെ മഹത്വം പറയുന്നത് ഷെയ്ഖുനയുടെ മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെയാണ്. മകളുടെ ഭർത്താക്കന്മാർ തെളിവല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതേ നിങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട അസം മുസ്ലിയാരുടെ മകൻ കെട്ടിയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടും മക്കളുടെ അനിയന്മാരുടെ മക്കളും മരുമക്കളുമായ ആളുകളെ, പെൺകുട്ടികളെ കെട്ടിച്ച പാരമ്പര്യമാണല്ലോ മറ്റൊരു സഖാഫി അവകാശപ്പെടുന്നത്. ഒരു സഖാഫി മറ്റൊരു സഖാഫിക്ക് നിങ്ങൾ അടിച്ചുവിട്ട പുറത്തുവിട്ട വോയിസ് മെസ്സേജിൽ എതിരാൻ. ഒരു ഭാഗത്ത് മക്കളെ കെട്ടിച്ച കുടുംബം അത് യഥാർത്ഥ കുടുംബമല്ല, അത് പിന്നുണ്ടാകുന്ന കുടുംബമാണ്, അത് യഥാർത്ഥ കുടുംബമല്ല, അതെങ്ങനെ കുടുംബമാകുന്നു എന്ന് കൂടത്തായിക്കാരനായ എന്നോട് ചോദിക്കുമ്പോ അതേ തെളിവ് തന്നെ മകളെ കെട്ടിക്കൊണ്ടുപോയ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മകളെ കെട്ടിച്ചു കൊടുത്ത പാരമ്പര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു സഖാഫി EK കുടുംബമായി അവകാശപ്പെടുന്നു, കുടുംബത്തെ ബന്ധം ചേർക്കുന്നു. അപ്പൊ ഒരു സഖാഫി മറ്റൊരു സഖാഫിക്ക് മറുപടിയാണ്. നിങ്ങൾ തന്നെയാണ് സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുക്കേണ്ടത്. സമസ്തയെ നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട. ഇനി കുടുംബമല്ല ബന്ധപ്പെട്ടവർ മുഴുവനും അല്ലെങ്കിൽ പൂർവികരായ ആളുകൾ മുഴുവനും ഏതാശയമാണെന്ന് ബന്ധപ്പെട്ട് ആ ആശയം പഠിച്ച ശേഷം ഇത്തരക്കാരും വിലയിരുത്തിയാൽ മതി. ഞങ്ങൾ അംഗീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലുലമ തങ്ങളെയാണ്. നിങ്ങൾ എന്തൊക്കെ അവകാശപ്പെട്ട് പറഞ്ഞാലും ഷെയ്ഖുന ശംസുലുലമ തങ്ങൾ മഹാനവറുകളുടെ നിലപാട് ശരിയായിരുന്നു എന്ന് കാലഘട്ടം ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, പൊതുവിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി നിലനിർത്തിക്കൊണ്ട് തന്നെ, സമസ്തയുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ
മറ്റു സംഘടനകളുമായി കൊണ്ട് പൊതുവിഷയത്തിൽ സഹകരണമാവാമെന്ന ഷെയ്ഖുന ശംസുൽ ഉലമ തങ്ങളുടെ നിലപാട് കാന്തപുരം വിഭാഗം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ്. ഈക്ക കുടുംബം അവകാശപ്പെടുന്ന പോലെ ഈക്ക ആശയവും അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരാൻ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കുടുംബം ആവശ്യപ്പെടുമ്പോൾ, കുടുംബത്തിന്റെ മഹത്വം സമ്മതിക്കുമ്പോൾ, കുടുംബ പാരമ്പര്യം സമ്മതിക്കുമ്പോൾ ആശയ പാരമ്പര്യവും ആശയവും സ്വീകരിച്ചുകൊണ്ട് സമസ്തയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകണം. ഷെയ്ഖുന ശംസുൽ ഉലമ നാളുകളോളം മഹാനവകൾ വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.